നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നയം വ്യക്തമാക്കി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. LDFന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നും അണുവിട മാറ്റമുണ്ടാകില്ലെന്നും ചന്ദ്രശേഖരൻ. മഴക്കാല പൂർവ്വ രോഗത്തെ പ്രതിരോധിക്കാൻ നടപടികളുമായി ജില്ലാ ഭരണകൂടം. പകർച്ചവ്യാധിക്കെതിരെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. ഏറ്റവും കുറവ് വേനൽ മഴ ലഭിച്ചത് കാസർഗോഡ്. കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു. കുടിവെള്ളക്ഷാമവും രൂക്ഷം. തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ മന്ത്രി ഇ ചന്ദ്രശേഖരനെ ആക്രമിച്ച സംഭവം 2 പേർ കൂടി അറസ്റ്റിൽ. BJP അക്രമത്തിനെതിരെ LDFന്റെ പ്രതിഷേധ കൂട്ടായ്മ. സംഘപരിവാർ നടപ്പിലാക്കുന്നത് ഫാസിസ്റ്റ് ഭീകരതയാണെന്ന് ആരോപണം. റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലേക്ക്. വില വീണ്ടും കുറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. അഴിമതിരഹിത ഗവൺമെന്റ് എന്നത് LDFന്റെ പ്രഖ്യാപിത നിലപാടാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് റവന്യൂ സെക്രട്ടറി തൊട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ താൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വെളിപ്പെടുത്തി. താൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഏറ്റവും വലിയ ആക്ഷേപമുള്ള വകുപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു. ഇതിന് മന്ത്രി നൽകിയ മറുപടിയും വിശദീകരിച്ചു. ഇത് വകുപ്പിന്റെ കുഴപ്പമല്ല, വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. ജനങ്ങൾക്ക് സുതാര്യമായി നിയമം നടപ്പിലാക്കിയാൽ ഏറ്റവും നല്ല വകുപ്പായി റവന്യൂ വകുപ്പിനെ മാറ്റാൻ കഴിയും. ഭരണ നേതൃത്വം അഴിമതി രഹിതമായി തന്നെ താഴേക്കിടയിലെ അഴിമതികളും ഇല്ലാതാകും. ജനപക്ഷ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് തന്റെ വകുപ്പിന്റെയും തീരുമാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും അഴിമതിയുണ്ടെന്ന് നമുക്ക് ബോധ്യമായാൽ, ആരോപണമുയരുക മാത്രമല്ല, ബോധ്യമായാൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ അയച്ച് സംഗതികൾ അന്വേഷിച്ചാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ കർശനമായ നടപടിയുണ്ടാകും. അത് റവന്യൂ വകുപ്പിലെ എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ബാധകമായതാണ്. എല്ലാ തലത്തിലുമുള്ള ബാധകമായതാണെന്ന് പറയുമ്പോൾ ഭരണ നേതൃത്വം അഴിമതി വിമുക്തമായാൽ, അഴിമതി രഹിതമായാൽ സ്വാഭാവികമായും കുറേയൊക്കെ ഉദ്യോഗസ്ഥ നിലവാരത്തിലും അതുണ്ടാകും എന്നാണ് കരുതുന്നത്. ഒറ്റയടിക്ക് നാളെ ഒരു ഇന്ദ്രജാലം പോലെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ ഭരണ നേതൃത്വം അഴിമതി വിമുക്തമായിരിക്കും. LDFന്റെ ഭരണ നേതൃത്വത്തിന് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ ആ നിലപാടുമായി മുന്നോട്ട് പോകും. സ്വാഭാവികമായും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ജനപക്ഷ നിലപാടുമായി മുന്നോട്ട് പോകണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസ് ക്ലബ് സെക്രട്ടറി രവീന്ദ്രൻ രാവണേശ്വരം സ്വാഗതം പറഞ്ഞു. ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ജൂൺ 1 മുതൽ 5 വരെ നടക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു. മാലിന്യ നിർമ്മാർജ്ജനവും കൊതുക് നിവാരണ പ്രവർത്തനങ്ങളും ജനകീയ കൂട്ടായ്മയാക്കി മാറ്റണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മെയ് 31-നകം ജില്ലകളിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗങ്ങൾ ചേരണമെന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മഴക്കാല പൂർവ്വ ശുചീകരണം വിശദമാക്കാനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രവർത്തനങ്ങളിൽ മുഴുകിയത് കാരണം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. ഇത് പകർച്ചവ്യാധികൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. പഞ്ചായത്ത് തലത്തിലും മണ്ഡല തലത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിക്കണം. ഇതിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. യുദ്ധകാലാടിസ്ഥാനത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും രോഗപ്രതിരോധത്തിനും ദുരന്ത നിവാരണത്തിനും വിപുലമായ കർമ്മ പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചന്ദ്രശേഖരൻ പറഞ്ഞു. അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി ആ ഉത്തരവാദിത്വം നമ്മുടെ നാട് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് മഴ വരുന്നതിനെ കുറിച്ചും, അങ്ങനെ മഴ വരുമ്പോൾ പകർച്ചവ്യാധികൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 10% വർദ്ധിക്കാനും ഇടയുണ്ടെന്ന ഒരു റിപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ ജാഗ്രതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ പകർച്ചവ്യാധികൾ നമ്മളെ കടന്നാക്രമിക്കുന്ന സാഹചര്യമുണ്ടാകും. നമ്മൾ തീരുമാനിച്ചാൽ
ഒരു ജനകീയമായ ഇടപെടലുണ്ടായാൽ, സന്നദ്ധ സംഘടനകൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ, ഭരണകൂടം അതിൻ്റെ എല്ലാ കഴിവുകളും എടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയാൽ അതിൽ നമുക്ക് മോചനം നേടാൻ കഴിയും. യോഗത്തിൽ പി കരുണാകരൻ MP, MLA-മാരായ കെ കുഞ്ഞിരാമൻ, NA നെല്ലിക്കുന്ന്, M രാജഗോപാലൻ, ജില്ലാ കളക്ടർ E ദേവദാസൻ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തര മലബാറിൽ വേനൽ മഴ നന്നേ കുറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിൽ. ജില്ലയിൽ 53.2 മില്ലിമീറ്റർ മഴയാണ് ഇതേവരെയും ലഭിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനിടെ മറ്റു ജില്ലകളിൽ ലഭിച്ച മഴയേക്കാൾ ഏറ്റവും കുറവ് ലഭിച്ചത് ജില്ലയിലാണ്. കണ്ണൂർ, കോഴിക്കോട്, വയനാട് പോലുള്ള ജില്ലകളിൽ നല്ല മഴ ലഭിച്ചിരുന്നു. ആവശ്യത്തിലധികം മഴ ലഭിച്ചതിൽ മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരമാണ്. ജില്ലയിൽ കുടിക്കാനും നനയ്ക്കാനും വെള്ളമില്ലാതെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. കടുത്ത ചൂട് കാരണം കൃഷിയിടങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, വാഴ എന്നീ കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ജനങ്ങൾ വെള്ളമില്ലാതെ നട്ടം തിരിയുകയാണ്. വേനൽ മഴയ്ക്കിടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടമാണ് ജില്ലയിലുണ്ടായത്. ഏകദേശം 4 കോടി രൂപയുടെ നഷ്ടമാണ് അധികൃതർ കണക്കാക്കിയിരിക്കുന്നത്. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വേനൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലുണ്ടായിരുന്ന ജനവിഭാഗം നേരത്തെ കാലവർഷമെത്തുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക് KCN. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിക്കാനെത്തിയ E ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ വെച്ചായിരുന്നു ആക്രമിച്ചത്. BJP പ്രവർത്തകരായ പള്ളോട്ടെ മഹേഷ്, കല്യാൺ റോഡിലെ M സുജിത് എന്നിവരെയാണ് കാഞ്ഞങ്ങാട് DYSP സുനിൽ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മെയ് 19-ന് രണ്ടാമതും കാഞ്ഞങ്ങാട്ടു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രശേഖരൻ തുറന്ന ജീപ്പിൽ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനിടെയാണ് BJP പ്രവർത്തകർ ആക്രമിച്ചത്. CPM നേതാക്കളായ AK നാരായണൻ, TK രവി, CPI നേതാവ് KV കൃഷ്ണൻ തുടങ്ങിയവർ ചന്ദ്രശേഖരന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ഈ ചന്ദ്രശേഖരന്റെ കൈ അടിച്ചൊടിക്കുകയായിരുന്നു. നേതാക്കളടക്കം കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ കേസെടുത്തു. ഇപ്പോൾ പിടിയിലായ 2 പേരടക്കം മൊത്തം 8 പേർ അറസ്റ്റിലായി. അതിനിടെ നേരത്തെ അറസ്റ്റിലായ 6 പേരെയും കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. 2 പേരെയടക്കം എല്ലാവരെയും ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. BJP ആക്രമണത്തിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലയിലെ LDF നേതാക്കളടക്കം നിരവധി പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയത്തിൽ നിന്നും മുഖം രക്ഷിക്കാൻ ജില്ലയിലും സംസ്ഥാനത്തും കൊലപാതകവും ആക്രമവുമായി അഴിഞ്ഞാടുകയാണ് BJP. കാഞ്ഞങ്ങാട് E ചന്ദ്രശേഖരനെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ആക്രമിച്ചതടക്കം നിരവധി അക്രമങ്ങൾ നടത്തുന്ന BJPയെ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുന്നതിനു വേണ്ടിയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. P കരുണാകരൻ MP കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം തെരഞ്ഞെടുപ്പ് ദിവസവും നമ്മുടെ സംസ്ഥാനത്തിലാകെ വളരെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ നടന്നിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി തെരഞ്ഞെടുപ്പ് സമയത്ത് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മുടെ രാജ്യത്തിലെ RSSും BJPയും കോൺഗ്രസും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വോട്ട് എണ്ണുന്നതിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയും സുധീരനും രമേശ് ചെന്നിത്തലയും പറഞ്ഞത് ഞങ്ങൾക്ക് 79-80 സീറ്റ് ലഭിക്കുമെന്നുള്ളത്. വളരെ ഉറച്ച വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ 5 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട് വമ്പിച്ച മുന്നേറ്റമാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. INL നേതാവ് അസീസ് കടപ്പുറം, CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ, V സുരേഷ് ബാബു, M അനന്തൻ നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിവാര ബണ്ട സമുദായത്തിന്റെ വാർഷിക പൊതുയോഗവും ജനറൽ ബോഡി യോഗവും മെയ് 29-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും ഭാരവാഹികൾ. 2016 മെയ് മാസം 29-ാം തീയതി ഞായറാഴ്ച പകൽ കൊറുവയിൽ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രാർത്ഥനാ മന്ദിരത്തിൽ വിവിധ പരിപാടികളോടെ നടത്തും. സമുദായത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ ഉന്നമനത്തിൻ്റെ ഭാഗമായി ഏകദേശം 120 വിദ്യാർത്ഥികൾക്ക് 1,22,050 രൂപ
സ്കോളർഷിപ്പായി വിതരണം നടത്തി. സാമൂഹ്യക്ഷേമ പരിപാടിയുടെ ഭാഗമായി രക്തദാന ശിബിരം, മെഡിക്കൽ ക്യാമ്പ്, ബോധവൽക്കരണ ക്യാമ്പ് എന്നിവ നടത്തിവരുന്നു. വിവിധ പ്രാദേശിക യുവ ವಿಭಾಗಂ ಕಲಾ ಸಾಂಸ್ಕಾರಿಕ ಕಾಯಿಕ ಪರಿಪಾಡಿಗಳು നടത്തുന്നു. 43ನೇ ವಾರ್ಷಿಕ ಅಧಿವೇಶನವನ್ನು ನಾವು ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಕಾಸರಗೋಡಿನಲ್ಲಿ ಶ್ರೀ ದುರ್ಗಾಪರಮೇಶ್ವರಿ ದೇವರ ಪ್ರಾರ್ಥನಾ ಮಂದಿರದಲ್ಲಿ ಆಯೋಜಿಸಿದ್ದೇವೆ. ಸಮುದಾಯದ ಈ ಸಂಘದ ಮುಖ್ಯ ಉದ್ದೇಶ ಮಕ್ಕಳಿಗೆ ಶೈಕ್ಷಣಿಕವಾಗಿ ಪೂರಕವಾಗಿ ವ್ಯವಸ್ಥೆ ಮಾಡುವಂಥದ್ದು, ಸ್ಕಾಲರ್ಶಿಪ್ ಕೊಡುವಂತಹದ್ದು ಮತ್ತು ಆರ್ಥಿಕವಾಗಿ ಹಿಂದುಳಿದಂಥ ವರ್ಗಕ್ಕೆ ವಿವಾಹಕ್ಕೆ ಮತ್ತು ವೈದ್ಯಕೀಯ ವೆಚ್ಚವನ್ನು ಸಾಮಾನ್ಯವಾಗಿ ನೀಡುವಂಥದ್ದು ಇದರ ಮೂಲ ಉದ್ದೇಶ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಈ ವರ್ಷ ನಾವು 120 ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಸುಮಾರು 1,22,000ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ವಿದ್ಯಾರ್ಥಿ ವೇತನವನ್ನು ವಿತರಣೆ ಮಾಡುತ್ತಿದ್ದೇವೆ. വാർത്താ സമ്മേളനത്തിൽ മഹാബല ഷെട്ടി റെയ്മർ, അഡ്വക്കേറ്റ് പി ഉമേഷ് നായിക്, എ.ടി. നായിക്, സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് റബ്ബർ വില വീണ്ടും കുറഞ്ഞു. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് റബ്ബർ കർഷകർ. ഇടക്ക് റബ്ബർ വില ഉയർന്ന് 130 രൂപയോളമായിരുന്നു. അതിനു മുമ്പ് വരെ 90 രൂപയിൽ താഴെയായിരുന്നു വില. വില വർദ്ധിച്ചപ്പോൾ കർഷകർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു. 2 വർഷം മുമ്പ് വരെ റബ്ബർ കിലോയ്ക്ക് 240 രൂപയോളം ലഭിച്ചിരുന്നു. ഇത് കുറഞ്ഞ് 90 രൂപയിൽ എത്തി നിൽക്കുകയായിരുന്നു. റബ്ബറിൻ്റെ വിലയിടിവ് മലയോരത്തെ കർഷകരെ ഏറെ ബാധിച്ചിരുന്നു. അമിതമായ ഉൽപ്പാദന ചെലവും വിലയിടിവും കാരണം പലരും ടാപ്പിംഗ് നിർത്തിവെച്ചിരുന്നു. ഇതോടെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ നിരവധി തൊഴിലാളികൾ പട്ടിണിയിലാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് റബ്ബറിന് വില 130 രൂപയായി ഉയർന്നത്. നിലവിൽ വില ഉയരുമെന്ന് പ്രതീക്ഷിച്ച കർഷകരെ വിഷമത്തിലാക്കി ഇപ്പോൾ വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ്. കിലോയ്ക്ക് 200 രൂപയെങ്കിലും വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കൃഷി ലാഭകരമാവുകയുള്ളൂ. അതിനിടെ കടുത്ത വേനൽ ഉൽപ്പാദനം നന്നേ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരവസരത്തിൽ വില കുറയുക കൂടി ചെയ്താൽ ഈ വ്യവസായം എന്നേക്കുമായി നിന്നുപോയെന്ന് വരാം. മഞ്ചേശ്വരത്ത് മഴക്കാല പൂർവ്വ രോഗങ്ങൾ തടയുന്നതിന് ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് പരാതി. അധികൃതർ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ. മഴക്കാലം സമാഗതമായതോടെ ജില്ലയിലെങ്ങും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും മഞ്ചേശ്വരത്ത് മാത്രം ഇതുവരെയും അധികൃതർ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ മിക്ക റോഡുകൾക്ക് ഇരുവശവും മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക്, കോഴിഫാമിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, കുപ്പികൾ, ഇളനീർ തൊണ്ടുകൾ, മലിനജലം എന്നിവ കൊണ്ട് നിറഞ്ഞ ഈ സ്ഥലങ്ങളിൽ കൊതുക് പെറ്റുപെരുകാൻ തുടങ്ങിയിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ ഇവ നിക്ഷേപിക്കരുതെന്ന നിയമം നിലനിൽക്കെ ആരും ഇത് പരിഗണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അനുദിനം ഇവിടങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പോ ഗ്രാമപഞ്ചായത്തോ പോലീസോ ആരും തന്നെ ഇത് ഗൗനിക്കാറേയില്ല. ഇതുവഴിയുള്ള യാത്ര തന്നെ പ്രയാസകരമാണ്. കോഴിഫാമിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ചീഞ്ഞു നാറുന്നത് കാരണം മൂക്കുപൊത്തി വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. കടൽക്ഷോഭം മൂലം ഭീതിയിലായിരിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇവിടങ്ങളിൽ താമസിക്കുന്നുണ്ട്. കടൽക്ഷോഭമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ തടയണ നിർമ്മിച്ച് ഇവരെ സംരക്ഷിക്കേണ്ടവർ നിസ്സംഗത പാലിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇത് ഈ കച്ചറ കാണുന്നുണ്ടല്ലോ, ഇന്ന് കാണുന്നതല്ല. ഇങ്ങനത്തെ എത്രയോ സ്ഥലത്തുണ്ട്. ഇതിന് മുമ്പ് കറോടപ്പള്ളിൻ്റെ അതിൻ്റെ മുമ്പ് വസങ്ങാടി, ഇങ്ങനെ കുറേ സ്ഥലത്ത്. ഇത് ഇനി മഴക്കാലം വരാനായി. ജൂൺ 6 മഴ സ്റ്റാർട്ടാവും. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇത് ക്രിമിനാശകം അതും ഇതും, കുട്ടികൾക്കും ആ രോഗം ഈ രോഗം, അല്ലാതെ പട്ടിൻ്റെ ഭയങ്കര ശല്യമുണ്ട്. ഇതിനെ പറഞ്ഞ് റോഡിൽ തന്നെ വലിച്ചു കൊണ്ടിട്ടിട്ട് ജനങ്ങൾക്ക് വല്ലാതെ ഇതുണ്ട്. ഇത് കാണുമാതിരല്ല, ഈടൊന്നല്ല അപ്പുറമുണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ. ഇതിനെ ആരാ പഞ്ചായത്ത് ഇതോ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ആരോടാ പറയേണ്ടത്? ആരോഗ്യം ഇപ്പോൾ ഇതിനെ തിരിഞ്ഞു നോക്കാനേ ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയിൽ ഗോവിന്ദബൈ റോഡ് 3 മാസമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അധികൃതരുടെ അവഗണനയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേന്ദ്രീയ സർവകലാശാലയിൽ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അനുമതി നൽകി. അധ്യാപകർക്കും അധ്യാപക പരിശീലകർക്കും ഉന്നത പരിശീലനമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഉന്നത നിലവാരത്തിലുള്ള അധ്യാപന പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതിനും ആദ്യഘട്ടത്തിലെ നടത്തിപ്പിനായി 1ാം ഗഡുവായി 5.62 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഈ വിദ്യാഭ്യാസ വർഷത്തേക്കുള്ള ചെലവിൽ ഉൾപ്പെടുത്തിയാണിത്. ടീച്ചർ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ 23 അധ്യാപക തസ്തികയും അനുവദിച്ചിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ കോളേജ്, സർവകലാശാല, സാങ്കേതിക വിദ്യാഭ്യാസം വരെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് ഉന്നത പരിശീലനം നൽകുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്ക് പരിശീലനം നൽകുക എന്നിവയെല്ലാം കേന്ദ്ര സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്ന് അനുമതിയും ഫണ്ടും ലഭിച്ച സാഹചര്യത്തിൽ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷനിൽ ഈ വർഷം തന്നെ പുതിയ കോഴ്സുകൾ തുടങ്ങും.
കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രവേശനോത്സവം എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. മധൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് JBSലാണ് പ്രവേശനോത്സവം നടക്കുക. ഇതിനായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗ്രാമീണ പ്രദേശത്ത് നടക്കുന്ന പ്രസ്തുത പരിപാടി വൈവിധ്യമാക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി, PTA സംഘാടക സമിതി, സ്കൂൾ അധികൃതർ, നാട്ടുകാർ എന്നിവർ കർമ്മനിരതരായി പ്രവർത്തിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഘോഷയാത്ര, പുതിയ കുട്ടികളെ വരവേൽക്കൽ, പഠനോപകരണ വിതരണം, സ്കൂൾ തല അക്കാദമിക് പ്രവർത്തന പരിധി എന്നിവയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 2016-17 അധ്യയന വർഷത്തിൻ്റെ തുടക്കമെന്ന ജൂൺ 1-ാം തീയതി കാസർഗോഡ് സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം GJBS മധൂരിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഗ്രാമീണ പ്രദേശത്ത് നടക്കുന്ന പ്രസ്തുത പരിപാടി വൈവിധ്യമാകുന്നതിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി, സംഘാടക സമിതി, PTA, സ്കൂൾ അധികൃതർ, നാട്ടുകാർ കർമ്മനിരതരായിരിക്കുന്നു. ഘോഷയാത്ര, പുതിയ കുട്ടികളെ വരവേൽക്കൽ, വിവിധ പഠനോപകരണ വിതരണം, സ്കൂൾ തല അക്കാഡമിക് പ്രവർത്തന പദ്ധതി തുടങ്ങിയവയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രസ്തുത പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ ശ്രീമതി മാലതി സുരേഷിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കാസർഗോഡ് MLA ശ്രീ എന്നെ നെല്ലിക്കുന്ന് അവർ ഉദ്ഘാടനം ചെയ്യും. മധൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പ് മേലധികാരികൾ, SSA മേലധികാരികൾ, PTA, MPTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എന്നിവർ ആശംസകൾ അർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ്, വൈസ് പ്രസിഡന്റ് ദിവാകര, പഞ്ചായത്ത് സ്ഥിരം കമ്മിറ്റി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് മെമ്പർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രവീന്ദ്ര റാവ്, OSA ജനറൽ സെക്രട്ടറി താരാനാഥ് മധൂർ, ബാലകൃഷ്ണ അഖിതായ, HM സീതാരാമ എന്നിവർ പങ്കെടുത്തു. അവധിക്കാലം വിട പറഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം. ഓരോ കുട്ടിക്കും 1000 പഠന മണിക്കൂർ ഉറപ്പാക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രധാന ലക്ഷ്യം. പ്രത്യേക കർമ്മ പദ്ധതി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. അവധിക്കാല അധ്യാപക പരിശീലനം അവസാന ഘട്ടവും പൂർത്തിയായി. 3 ഘട്ടങ്ങളിലായാണ് പരിശീലനം നടന്നത്. അടുത്ത വർഷത്തേക്കുള്ള മുന്നൊരുക്കം എന്ന നിലയിലായിരുന്നു 5 ദിവസം നീണ്ടുനിന്ന പരിശീലനം സംഘടിപ്പിച്ചത്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാൽ സമ്പന്നമായിരുന്നു ഓരോ പരിശീലന ഹാളും. ചന്ദേര BRCയിൽ 1-ാം തരത്തിലെ അധ്യാപകന്മാർ അവതരിപ്പിച്ച ഗണിത തിരുവാതിര ശ്രദ്ധേയമായി. ഗണിത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളായിരുന്നു തിരുവാതിരയിലേത്. അടുത്ത അധ്യയന വർഷത്തേക്ക് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ വലിയ ഊർജ്ജമാണ് പരിശീലനത്തിലൂടെ ലഭിച്ചതെന്ന് അധ്യാപകർ പറയുന്നു. അതുതന്നെയാണ് ഈ പരിശീലനത്തിന്റെ വൻ വിജയം എന്ന് പറയാം. ഈ പരിശീലനത്തിന് തുടർച്ചയായി തന്നെ അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലുള്ള അധ്യാപകർക്കായി മെയ് 30, 31 തീയതികളിൽ പഞ്ചായത്ത്, സ്കൂൾ തല ശില്പശാലകൾ സംഘടിപ്പിക്കും. പഞ്ചായത്ത് തല അധ്യാപക സംഗമത്തിൽ പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ വിദ്യാലയങ്ങളിലെ മുഴുവൻ അധ്യാപകരും പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുക്കും. 2016-2017 വർഷം വിദ്യാലയം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട തനത് പ്രവർത്തനങ്ങൾ സംഗമത്തിൽ അവതരിപ്പിക്കും. പരിശീലന പരിപാടി പൂർത്തിയാകുമ്പോൾ അതിൽ നിന്നും പുറത്തു പോകുന്ന അധ്യാപകരുടെ മനോഭാവം കാണുമ്പോൾ ഈ കോഴ്സ് വൻ വിജയമായി തീർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മെയ് 31-ന് സ്കൂൾ തലത്തിൽ അധ്യാപകർ ഒത്തുചേരും. പ്രവേശനോത്സവത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ വിദ്യാലയവും പരിസരവും ശുചിയാക്കൽ, കിണർ, ടാങ്ക് വൃത്തിയാക്കൽ, ടോയ്ലറ്റ് ശുചീകരണം, അപകടകരമായ മരങ്ങൾ നീക്കൽ, കഞ്ഞിപ്പുര ശുചീകരണം, ക്ലാസ് മുറി ഒരുക്കൽ എന്നീ പ്രവർത്തനങ്ങളാണ് ഈ ദിവസങ്ങളിൽ അധ്യാപകർ ഏറ്റെടുക്കുക. പ്രവേശനോത്സവം ഉത്സവമാക്കി മാറ്റണമെന്നും പ്രസംഗങ്ങൾ ഒഴിവാക്കി കുട്ടികൾക്ക് രസകരമായ അനുഭവങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരിക്കണം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതെന്നും നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവേശനോത്സവ അസംബ്ലി അരമണിക്കൂറിൽ കൂടരുതെന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. ഉദ്ഘാടനം, പ്രവേശനോത്സവ ഗാനം, നവാഗതരെ സ്വീകരിക്കൽ, 1000 മണിക്കൂർ പ്രഖ്യാപിക്കൽ, സ്കൂൾ തല ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കൽ എന്നിങ്ങനെയാണ് പ്രവേശനോത്സവ ചടങ്ങുകൾ ക്രമീകരിക്കുക. ഇതിനിടയിൽ പ്രധാനാധ്യാപകർക്കായി പരിശീലനവും നടക്കും. നീലേശ്വരം നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങി. നഗരത്തിലെ ഓവുചാലുകൾ മണ്ണും മാലിന്യവും നീക്കി വൃത്തിയാക്കുന്ന പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. മഴക്കാല പൂർവ്വ രോഗ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായാണ് ബോധവൽക്കരണ റാലിയും ശുചീകരണ പരിപാടിയും നടന്നത്. പള്ളിക്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ വളരെയധികം വ്യാപിച്ച് ഒരു പകരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് കഴിഞ്ഞ മഴക്കാലത്ത്. അപ്പോൾ ഈ വർഷം നമുക്കത്
പൂർണ്ണമായും തുടച്ചു നീക്കാൻ എത്രത്തോളം സാധിക്കുമെന്ന് അറിയില്ലെങ്കിലും നമുക്ക് നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരുടെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പിൻ്റെ, പഞ്ചായത്തിൻ്റെ, മറ്റ് ആശാവർക്കർമാരുടെയും സന്നദ്ധ സംഘടനകളുടെ എല്ലാവരുടെ സഹായത്തോടെ നമുക്ക് എല്ലാ വാർഡിലും ഇന്ന് തുടക്കം കുറിച്ചത് ഈ 6, 7, 6, 9, 8 വാർഡുകളുടെ ആഭിമുഖ്യത്തിൽ 10 വാർഡുകളുടെ ആഭിമുഖ്യത്തിൽ പെരിയോട്ടെടുത്തിട്ടാണെങ്കിലും നമുക്ക് തുടർന്നുള്ള പ്രവർത്തനം മറ്റ് തീരദേശ വാർഡിൽ പള്ളിക്കര കേന്ദ്രീകരിച്ച് നമ്മൾ പ്രധാനമായും ടൂറിസം മേഖലയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. PM ലക്ഷ്മി, അജയൻ പനയാൽ, KA ബിന്ദു, K മാധവൻ, PK സരസ്വതി, അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ്, M ശശീന്ദ്രൻ, A വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കുട്ടികൾ സ്മാർട്ടാകാൻ സ്മാർട്ട് ക്ലാസ് മുറികൾ ഒരുങ്ങി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വിദ്യാലയങ്ങളിലാണ് MLA ഫണ്ട് ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് ക്ലാസ് മുറികൾ ഒരുക്കിയിരിക്കുന്നത്. ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കുട്ടികളെ ഹൈടെക് പഠന രീതിയിലൂടെ ഉന്നത നിലവാരത്തിലെത്തിച്ച് ഹയർ സ്റ്റഡീസ് എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ MLA K കുഞ്ഞിരാമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത്. 64 സർക്കാർ സ്കൂളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. LP, UP വിഭാഗങ്ങളിലെ സ്കൂളിൽ 1 വീതവും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 വീതവും സ്മാർട്ട് ക്ലാസ് റൂമാണ് തയ്യാറാക്കിയത്. പ്രൊജക്ടർ, ലാപ്ടോപ്പ്, ഡിജിറ്റൽ ബോർഡ്, സൗണ്ട് സിസ്റ്റം എന്നിവ സ്ഥാപിച്ച് പഠനം സുഗമവും ലളിതവുമാക്കാനുള്ള തരത്തിലാണ് ക്ലാസ് മുറി തയ്യാറാക്കിയത്. ഈ വർഷം അധ്യയന വർഷാരംഭത്തിൽ തന്നെ അനുവദിച്ച മുഴുവൻ സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂം കുട്ടികൾക്കായി തുറന്നുകൊടുക്കും. പൊതുവിദ്യാലയങ്ങൾ സ്മാർട്ടാകുന്നതോടെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അധ്യാപകരുടെ പ്രതീക്ഷ. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. കാഞ്ഞങ്ങാട് പീസ് സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിൽ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ BB രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ വലുതാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ആരോഗ്യ മേഖലകളിൽ ദൈർഘ്യമെടുത്താലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലേക്ക് പോയാലും കേരളം കൈവരിച്ച നേട്ടം വളരെ വലുതാണ്. KPPA ജില്ലാ പ്രസിഡന്റ് കൃഷ്ണവർമ്മ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് നവീൻ ചന്ദ് ഉപഹാര സമർപ്പണം നടത്തി. DV അമ്പാടി, M കുഞ്ഞികൃഷ്ണൻ, KTV രവീന്ദ്രൻ, T കൃഷ്ണൻ, പ്രിയംവദ, രാധാകൃഷ്ണൻ, ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നയം വ്യക്തമാക്കി റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. LDFന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നും അണുവിട മാറ്റമുണ്ടാകില്ലെന്നും ചന്ദ്രശേഖരൻ. മഴക്കാല പൂർവ്വ രോഗത്തെ പ്രതിരോധിക്കാൻ നടപടികളുമായി ജില്ലാ ഭരണകൂടം. പകർച്ചവ്യാധിക്കെതിരെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. ഏറ്റവും കുറവ് വേനൽ മഴ ലഭിച്ചത് കാസർഗോഡ്. കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു. കുടിവെള്ളക്ഷാമവും രൂക്ഷം. തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ മന്ത്രി E ചന്ദ്രശേഖരനെ ആക്രമിച്ച സംഭവം 2 പേർ കൂടി അറസ്റ്റിൽ. BJP അക്രമത്തിനെതിരെ LDFന്റെ പ്രതിഷേധ കൂട്ടായ്മ. സംഘപരിവാർ നടപ്പിലാക്കുന്നത് ഫാസിസ്റ്റ് ഭീകരതയാണെന്ന് ആരോപണം. റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലേക്ക്. വില വീണ്ടും കുറഞ്ഞു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.